കുറച്ച് ദിവസം മുമ്പ്, കഴിഞ്ഞ ആഴ്ചയാണ്, ഒരു പെൺകൊച്ചെന്നെ കാനഡയിൽ നിന്ന് വിളിച്ചു. ഒരു സംശയം തീർത്തു കൊടുക്കാൻ. പണം നല്ലതാണോ ചീത്തയാണോ? നാട്ടിൽ നിന്ന് പോയി കഷ്ടപ്പെട്ട് ജീവിച്ച ശമ്പളമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ, ഒരല്പം മിച്ചം ഉണ്ടാകുമ്പോൾ, ദൈവവിശ്വാസമുള്ള കുടുംബത്തിൽപ്പെട്ടവർക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടാകാം. നാട്ടിലൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല, സംശയിക്കാനൊന്നുമില്ല. വിദേശത്ത് ചെന്ന് പണം സമ്പാദിച്ച് തുടങ്ങുമ്പോൾ ദൈവവിശ്വാസമുള്ള മക്കൾക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടാകാം. ഒരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു ഈ കാര്യം. ആ കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. പണം ഒരു പ്രശ്നമാണ് പുതിയ നിയമത്തിൽ. എന്താണ് പണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? ധനവാന്റെ ലാസറിൻ്റെ കഥ നോക്കുക. ആ ധനവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതായി ആരും പറയുന്നില്ല. യേശുക്രിസ്തു സൂചിപ്പിക്കുന്നു പോലുമില്ല. അവൻ ലാസറിനെ ഉപദ്രവിച്ചിട്ടില്ല. ലാസറിനെ അവൻ്റെ പടിവാതിക്കൽ കിടത്തി, ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു. പക്ഷെ അവൻ നരകത്തിൽ പോയി എന്നാണ്. അവൻ ധനവാനായിരുന്നു. ഇനി ധനവാൻ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നീ ആദ്യം നിൻ്റെ ധനമെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വാ. അതിനേക്കാൾ കർശനമായി പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഈ യേശു പറഞ്ഞതിന് വെള്ളം ചേർക്കാൻ ഒത്തിരി ശ്രമം നടന്നിട്ടുണ്ടോ? ആദ്യകാലത്തുണ്ടായിരുന്ന ശ്രമം, ഒട്ടകം എന്നുള്ള വാക്ക് ആലാത്ത്, വലിയ വണ്ണമുള്ള കയറെന്നുള്ള വാക്കും ഗ്രീക്കിൽ സാമ്യമുള്ളതാണ്. അത് ഒട്ടകമല്ല കയറാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമമൊക്കെ ആദ്യകാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ചിലരൊക്കെ നടത്തുന്നുണ്ട്. യെരുശലേമിൻ്റെ ഒരു ഇടുങ്ങിയ വാതിലിൻ്റെ പേരാണ് സൂചിക്കുഴ എന്നൊരു വ്യാഖ്യാനമുണ്ട്. ചരിത്രത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാതിൽ പറഞ്ഞിട്ടില്ല. കണ്ടുപിടിച്ചെടുക്കുകയാണ്. എന്തിനാ? ധനവാന് സ്വർഗത്തിൽ കയറ്റിയാലാണ് സഭയ്ക്കും രക്ഷയുള്ളൂ. പിന്നെയും പറഞ്ഞിട്ടുണ്ട്, മാനസാന്തരപ്പെട്ട് സഖായി ചെയ്ത പണി എന്താ? അവൻ ആദ്യം പറഞ്ഞ വാക്ക്, എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്നാണ്. അപ്പം യേശുവിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ കൂടെ ആയിരിക്കണമെങ്കിൽ ധനം പാടില്ല എന്നൊരു ചിന്ത പുതിയ നിയമത്തിലുണ്ടോ എന്ന സംശയം തോന്നും. ആ സംശയം മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു സംശയമാണ്. പക്ഷേ മറിച്ച് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് യേശുക്രിസ്തു പിതാവിനെയും സംരക്ഷിച്ചത് ജോലി ചെയ്തല്ലേ, പണം സമ്പാദിച്ചിട്ടല്ലേ? യേശുക്രിസ്തുവിൻ്റെ ഒരു വസ്ത്രം തയ്യൽ കൂടാതെ നെയ്തതല്ലേ? നല്ല വില വരില്ലേ? അത് പണം കൊടുത്തു വാങ്ങിയതല്ലേ? ധരിച്ച ചെരുപ്പ്, ഉപയോഗിച്ച പണിയായുധങ്ങൾ, ഇതൊക്കെ പണം കൊടുത്തു വാങ്ങിച്ചതല്ലേ? അപ്പം യേശുവിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. യേശുവിനെ ശിഷ്യന്മാരൊരു സമൂഹമായി ജീവിച്ചപ്പോൾ അവരെല്ലാം പണം ഉണ്ടായിരുന്നല്ലോ. ആ പണത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ യൂദാസായിരുന്നല്ലോ. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇനി യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമെന്നാണ്. ചിലത് ഇന്ന് ഞങ്ങൾക്ക് തരണം, എന്തെങ്കിലും ആയിക്കോട്ടെ തരണമെന്ന് പറയുന്നുണ്ട്. അത് ആഹാരമെന്ന് പറയുന്നത് കഞ്ഞി ചോറ് മാത്രമല്ലല്ലോ. അവരുടെ ജീവിതാവശ്യങ്ങളെ മുഴുവൻ ചേർത്ത് പിടിച്ചല്ലേ പറയുക. ജീവിതാവശ്യങ്ങൾ നിറവേറണമെങ്കിൽ പണമില്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ പണം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, പണത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്ന രീതിയും യേശു ചെയ്യുന്നു. യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അലസരായ ദാസന്മാരെ എന്താ യേശു ക്രിസ്തു പറഞ്ഞത്? ദുഷ്ടനും അലസനും, ദുഷ്ടനും മടിയനും എന്നൊക്കെയാണ്. അതും യേശു ക്രിസ്തു സ്വീകരിക്കുന്നില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ ഒരു കാഴ്ചപ്പാടല്ല, 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കാണുന്നുണ്ട്.
ഇനി പഴയ നിയമത്തിലേക്ക് വരുമ്പോഴോ ചരിത്ര കാലത്തിലുള്ള ഈ അബ്രഹാമിൻ്റെ ചരിത്രം മുതലാണ് ചരിത്രകാലം ആരംഭിക്കുന്നത്. ആ കാലത്തെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മഹാധനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് 318 അഭ്യാസികളെയും കൂട്ടിക്കൊണ്ടാണ് ലോത്തിനെ പിടിക്കാൻ പോയത്. ഇഷ്ടംപോലെ ആടുമാടുകളുണ്ടായിരുന്നു. ഇവരെയൊക്കെ നോക്കാനായിട്ടുണ്ടായിരുന്ന ഇടയന്മാരും ദാസന്മാരും ദാസിമാരും ഉണ്ടായിരുന്നു. സ്വർണവും വെള്ളിയെല്ലാം ഉണ്ടായിരുന്നു. അതിസമ്പന്നനായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവല്ലേ? വിശ്വാസികളുടെ പിതാവ് സമ്പന്നനാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായ കുഴപ്പമെന്ന ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ ഇനി അബ്രഹാം മാത്രമാണോ? മകൻ്റെ മകൻ കൊച്ചുമകൻ യോസേഫ് ധനവാനായിരുന്നല്ലോ. മിസ്രയീമിൻ്റെ മന്ത്രി വരെ അയാളാണ്. ദാവീദ് രാജാവ് സമ്പന്നനായിരുന്നു. ഇയ്യോബ് സമ്പന്നനായിരുന്നു. എത്രയോ ആളുകൾ സമ്പന്നരായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. സത്യത്തിൽ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ധനമെന്ന് പറയുന്നത് ധനവും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ദീർഘായുസ്സും ഒക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് കാണുക. ശാലോം എന്നൊരാശയം പഴയ നിയമത്തിലുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട്, ദൈവത്തിൻ്റെ കൽപ്പനകളോട് വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം നൽകുന്ന പ്രതിഫലമായിട്ടാണ് ശാലോമിനെ കാണുക. അതിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ പെടും. അപ്പോൾ സമ്പത്ത് അവിടെ പാപമല്ല, അനുഗ്രഹമാണ്. ഇനി ആ കൽപ്പന പാലിച്ചില്ലെങ്കിലോ നാശമാണ്. പിള്ളേർ പറഞ്ഞൊരു പാണ്ടല്ലോ, വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ശാലോമിൻ്റെ അനുഭവത്തിൽ ശാലോം കിട്ടണമെങ്കിൽ ദൈവകൽപ്പന പാലിക്കണം. ശാലോം അനുഗ്രഹമാണ്. അവിടെയും സമ്പത്ത് അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നമാണ്, പഴയ നിയമത്തിൽ സമ്പത്ത് അനുഗ്രഹമായിട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൽ സമ്പത്ത് അത്ര നല്ല രീതിയിലല്ല കരുതപ്പെടുന്നത്. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇതുപോലൊരു വൈരുദ്ധ്യം വരുന്നത്? ഗൗരവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണത്. 3 കാര്യങ്ങൾ ചോദിക്കണം. 1, എങ്ങനെയാണ് നിൻ്റെ പണമുണ്ടായത്? പഴയ നിയമത്തിൽ പറയുന്ന കാര്യമുണ്ട്, അനുഗ്രഹമായി ദൈവം നൽകിയ സമ്പത്ത് ദോഷമല്ല. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സംഗതി മാറുന്നു. ആ ധനവാനായ മനുഷ്യൻ അതിക്രമം നടത്തി പണം സമ്പാദിച്ചൊന്നുമില്ല, അവൻ നരകത്തിൽ പോയി. അതിൻ്റെ കാരണം വേറെ അന്വേഷിക്കാം. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കാവുന്നതാണത്. എൻ്റെ ആദ്യത്തെ വീഡിയോ അതായിരുന്നു. നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ധനവാൻ വേറെ തെറ്റൊന്നും ചെയ്തതായി പ്രത്യക്ഷത്തിൽ വേദപുസ്തകത്തിൽ പറയുന്നില്ല. പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ ധനം എങ്ങനെ ലഭിച്ചു എന്നുള്ളത്. പഴയ നിയമത്തിൽ വളരെ കർശനമായി പറയുന്നുണ്ട്. നായയുടെ വിലയും വേശ്യയുടെ പ്രതിഫലവും ഭണ്ഡാരത്തിലിടരുത്. എന്നുവെച്ചാൽ അധാർമികമായത്, അതിക്രമത്തിലൂടെ സമ്പാദിച്ചത്, അനീതിയുടെ സ്പർശമുള്ളത്, കൈക്കൂലി, അഴിമതി, വഞ്ചന, ചതി, പിടിച്ചുപറി, കൊള്ള, ഇതൊന്നും ധനസമ്പാദത്തിന് ദൈവം സമ്മതിക്കുന്ന, അനുവദിക്കുന്ന മാർഗങ്ങൾ അല്ല. ഇതെല്ലാം ദൈവവിരുദ്ധമാണ്. വേറൊരുത്തൻ്റെ കവർന്നെടുക്കുക എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറ്റകരമായൊരു കാര്യമാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം കർക്കശമായ ഭാഷയിലാണ് അന്ന് നടമാടിയിരുന്ന BC 8-ാം നൂറ്റാണ്ടിൽ നടമാടിയിരുന്ന
അനീതിയെയും അക്രമത്തെയും മ്ലേച്ഛതയെയും കൈക്കൂലിയെയും പക്ഷപാതത്തെയും എല്ലാം ദൈവം വിമർശിക്കുന്നത് എന്ന്. നോക്ക, സഖായി അന്യായക്കാരനായിരുന്നു. അവൻ പണം സമ്പാദിച്ചു, അന്യായത്തിൻ്റെ വഴിയുടെ പണം സമ്പാദിച്ചു. അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താ? തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ പകുതി, ആ സമ്പത്തിൻ്റെ പകുതി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു എന്നുള്ളതാണ്. കാരണം അവൻ അനീതിയിലൂടെ സമ്പാദിച്ചാണ്. വീണ്ടും പറയുന്നു, ആരിൽ നിന്നെങ്കിലും ഞാൻ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 വീതം ഞാൻ തിരികെ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് വരാം. അവിടെ എന്താ സംഭവം? അബ്രാഹാം ധനികനായിരുന്നു. അബ്രാഹാമിൻ്റെ സമ്പത്ത്, ഒരുപക്ഷെ അവൻ്റെ മാതാപിതാക്കളൊക്കെ സമ്പന്നരായിരുന്നു, നമുക്കറിയാം. അവൻ ഇഷ്ടം പോലെ സമ്പത്ത് സമ്പാദിച്ചു. പക്ഷെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അബ്രഹാം എങ്ങനെയാണ് ആ പണം വിനിയോഗിച്ചത്? നോക്ക, അബ്രഹാം താമസിക്കുന്നത് ഒരു കൂടാരത്തിലാണ്. എലയാസറിനുമുണ്ടൊരു കൂടാരം, വ്യത്യാസമൊന്നുമില്ല. അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ശരിയും കൂടി മെച്ചപ്പെട്ട എന്തെങ്കിലും കണ്ടു എന്ന് വന്നേക്കാം. അവരൊരു ഭക്ഷണമാണ് കഴിക്കുന്നത്, വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇനി എലയാസറിനോടുള്ള ബന്ധം മനസ്സിലാക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയായി എടുക്കുവാൻ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തുന്നത് എലയാസറിനെയാണ്. അവിടെ അവർ തമ്മിലൊരു സഹോദര നിർവിശേഷമായ ബന്ധമാണ്. അടിമയും യജമാനനും വാക്കുകളിലല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെയായിരുന്നു. എലയാസർ ഒരു മാതൃക മാത്രമാണ്. അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അനുഭവം തന്നെ. കാര്യം എല്ലാവരും കൂടാരത്തിലാണ് വസിക്കുന്നത്, എല്ലാവരും ഒരുമിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അടിമ ഉടമ ബന്ധം, ചൂഷണം, ഇതുപോലെയുള്ള ദൈവവിരുദ്ധമായ കാര്യങ്ങളൊന്നും അബ്രഹാമിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നില്ല. അവൻ ഗ്രഹത്തിൻ്റെ നായകൻ എന്നുള്ള രീതി മാത്രം. ഒരു കുടുംബമായിരുന്നു അത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആ പണം എങ്ങനെ സമ്പാദിച്ചു? രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്, ആ പണം എങ്ങനെ വിനിയോഗിച്ചു? അബ്രഹാമിന് കൊണ്ടുവയ്ക്കാൻ ബാങ്ക് ലോക്കറോ ഇടാൻ ബാങ്ക് അക്കൗണ്ടോ ഒന്നും വന്നില്ല. അതുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ആ സാധനങ്ങളൊക്കെ ആ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഉപയോഗിക്കും. എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യും. അവർ പോകുന്നത് കൽദേര് ഊരിൽ നിന്ന് പോന്നിട്ട് അവിടെ നിന്ന് ഹാരാൻ വഴി, വലിയൊരു നഗരമാണ് ഹാരാൻ, അവിടെ താമസിച്ച് അവസാനം അവർ കനാൻ നാട്ടിലേക്ക് എത്തുന്നു. എല്ലാവരും ഒരുമിച്ച് യാത്ര, ഒരുമിച്ച് ഭക്ഷണം, ഒരുമിച്ച് കൂടാരങ്ങളിൽ ഉറക്കം. വലിപ്പച്ചെറുപ്പം എന്ന് പറയുന്നത് വാക്കിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാലമാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന 3 കാര്യമാണ്. 1, എങ്ങനെ സമ്പാദിച്ചു? 2, എങ്ങനെ വിനിയോഗിച്ചു? 3, ആ പണം അവരുടെ ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു? വലിയ ചോദ്യമാണ്. അബ്രഹാമിന് ബന്ധങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മകൻ്റെ ഭാര്യയെ തീരുമാനിക്കാൻ അധികാരമുണ്ടായിരുന്നവൻ ദാസനല്ല, സഹോദരനാണ്. അപ്പം അവരുടെ ബന്ധങ്ങൾ സഹോദര നിർവിശേഷമായിരുന്നു. അതുകൊണ്ട് അബ്രഹാം പണക്കാരനായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരൻ ആയിരുന്നില്ല. ദാനം ചെയ്യുന്നവനായിരുന്നു അബ്രഹാം. നമുക്കറിയാലോ, ദൈവം ദൂതന്മാർ വന്നപ്പോൾ മനുഷ്യരാണെന്ന് വിചാരിച്ച് അവരെ വിളിച്ച് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചയാളാണ് അബ്രഹാം. ലോകത്തിന് ആപത്ത് വന്നപ്പോൾ ആയുധധാരികളെയും കൂട്ടിക്കൊടുത്ത് രക്ഷിച്ചവനാണ് അബ്രഹാം.
ലോത്തിനോട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു എന്ന് പറയും. വിശാല മനസ്കനാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ ധനം ഒരിക്കലും അബ്രഹാമിൻ്റെ മനോഭാവത്തെയോ അബ്രഹാമിൻ്റെ ബന്ധങ്ങളെയോ അബ്രഹാമിൻ്റെ ജീവിത രീതിയെയോ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ദമസ്കോസ് രേഖ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. ആ രേഖയിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതിക്രമത്തിലൂടെ സമ്പാദിച്ച പണം അശുദ്ധമാണ്. അതിക്രമത്തിലൂടെ സമ്പാദിച്ച പണം അശുദ്ധമാണ് എന്നാണ് പറയുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സഖായിയുടെ പണം സമ്പാദനം അതിക്രമത്തിൻ്റെ വഴിയിലൂടെയാണ്. ഇനി സഖായിയെ മാത്രമല്ല, പണമുള്ള സകലരെയും യേശുക്രിസ്തു കർശനമായി വിമർശിക്കുന്നുണ്ട്. നീ ഉള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് ദാനം ചെയ്യാനാണ് യേശുക്രിസ്തു പലപ്പോഴും പറയുന്നത്. നീ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കും. നിനക്ക് സമ്പാദ്യമൊന്നും വേണ്ട, നിനക്ക് സമ്പാദ്യമൊന്നും ആവശ്യമില്ല. പലപ്പോഴും മനുഷ്യൻ എന്തിനാണ് സമ്പാദിക്കുന്നത്? അവനെ ഉപയോഗിക്കാനല്ല, അവൻ്റെ ഭാവി സുരക്ഷിതമാക്കാനാണ്. എന്ന് വെച്ചാൽ അവിടെ വലിയൊരു ആപത്തുണ്ട്. പണം ലഭിക്കുമ്പോൾ രക്ഷകൻ എന്നുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തെ മാറ്റിയിട്ട് പണത്തെ അവരോധിക്കുകയാണ്. ഇനി എനിക്ക് പണമാണ്, ഇനി എനിക്ക് പേടിക്കാനുള്ള ഇഷ്ടംപോലെ പണമുണ്ട്, രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാൻ എനിക്ക് സാധിക്കും. പലപ്പോഴും പലരും ചിന്തിക്കുന്നതാണത്. പോകട്ടെ, ഇസ്രായേലിൻ്റെ പ്രതിസന്ധി എന്തായിരുന്നു? അബ്രഹാമിൻ്റെ കാലത്ത് എല്ലാവരും ഒരുപോലെ ആയിരുന്നു. ഇടയന്മാർ ഒരുമിച്ച് യാത്ര ചെയ്തു, ഒരുമിച്ച് ഉണ്ടു, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് അവരെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് മുമ്പിലേക്ക് പോയെങ്കിൽ ഇന്ന് കാലം മാറി. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് കാലം മാറി. 96% ജനങ്ങൾ ഭൂമിയില്ലാത്തവരായി തീർന്നു, വരുമാനമില്ലാത്തവരായി തീർന്നു. 4% പരമാവധി വരുന്ന സമ്പന്നവർഗം അത് മുഴുവൻ കൈയടക്കി വെച്ചു. കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതെ സ്വയം പോയി അടിമകളായി തീർന്ന ആളുകളാണ് നാട്ടിലന്നുണ്ടായിരുന്നു. അടിമകൾക്ക് ആഹാരം ഉറപ്പാണല്ലോ. അടിമ ആരോഗ്യത്തോടിരുന്നാലാണല്ലോ പണിയെടുക്കുള്ളൂ. അതുകൊണ്ട് അവന് കിടക്കാൻ ഇടവും കഴിക്കാൻ ആഹാരവും ഉറപ്പാണ്. എന്നാൽ അതില്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ആഹാരം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ദിവസത്തെ ഒരു കൂലിക്കാരൻ്റെ കൂലിയും 1 ദീനാറാണ്. 1 ദീനാറാണ്. ഈ 1 ദീനാറ് 2 വർഷം കൊണ്ട് അവന് പരമാവധി 300 ദീനാർ കിട്ടും. അത്രയൊക്കെ ദിവസങ്ങളെ പണിയുണ്ടാവുകയുള്ളൂ. 300 ദീനാർ കിട്ടും, ദീനോറോ. പക്ഷേ അന്ന് അവിടെ കിട്ടിയിരുന്ന നർദീൻ തൈലം എന്ന് പറയുന്നൊരു തൈലമുണ്ട്. ജഡമാംസി തൈലം എന്നും പറയും. ഹിമാലയ സാനുക്കളിൽ വളരുന്ന ജഡാമാഞ്ചി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജഡമാംസി എന്ന് പറയുന്ന സംസ്കൃതം പേര് ജഡമാംസി, യവന പേര് എന്താണത്? നാരദ്, നർദീൻ, ഈ പേരൊക്കെ പറയും. ആ ചെടിയിൽ നിന്ന് എടുക്കുന്ന ഒരു തരം തൈലമാണ്. അത് സുഗന്ധദ്രവ്യമാണ്. അതിന് ചെറിയ ഔഷധ ഗുണമുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ മദ്യവുമാണ്. ആ സ്ത്രീ കൊണ്ടുവന്ന് കാലിൽ പുരട്ടിയത് ഒരു ഭരണി എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുള്ളൂ. 318 ഗ്രാം സാധനം കൊണ്ടുവന്നത് 300 ദീനാറാവില്ല. ഒരു ധനികന് ഒരു ദിവസത്തെ മദ്യപാനത്തിനേ ഉള്ളൂ. അത് 318 ഗ്രാം ഒരു നേരത്തെ മദ്യപാനം. അതൊരു ദരിദ്രൻ്റെ 2 വർഷത്തെ കൂലിയാണ്. മനസ്സിലായല്ലോ ദരിദ്ര വ്യത്യാസം. ഈ വ്യത്യാസം എങ്ങനെ വന്നു? 9-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതലെങ്കിലും അതിക്രമവും അനീതിയും പിടിച്ചു പറയും. നമുക്കറിയാം, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ചരിത്രമൊക്കെ അത്ര അസാധാരണമൊന്നും ആയിരുന്നില്ല, പലർക്കും സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ സമ്പാദിച്ച പണത്തിൻ്റെ അവസാനത്തെ അവകാശികളാണ് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നവർ. ആ പണം അതിന് നോക്കിയ യേശു ക്രിസ്തു പറഞ്ഞത്, വേണ്ട,
ഇതാ നിന്റെ കയ്യിൽ വെക്കണ്ട, നീ ദരിദ്രന്മാർക്ക് കൊടുക്കണോ, ഇതാ നിനക്ക് ചേരില്ല, നീ സ്വർഗത്തിൽ പോകൂല, ഇതൊക്കെ ഇവരുടെ പൂർവികരോട് നീ പിടിച്ചു മേടിച്ചാൽ നീ സ്വർഗത്തിൽ പോകൂല, ദൈവം നിനക്ക് അനുഗ്രഹമായി തന്നതല്ല, നീ അതിക്രമമായി നേടിയതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്കിവിടെ വ്യക്തമാകുന്നു. പണം എന്നുള്ളത് സമ്പത്ത്, നന്മയോ തിന്മയോ അല്ല. പിന്നെ എന്താണ്? പണം എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളത് ഒരു വിഷയമാണ്. രണ്ടാമത്തേത് പണം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് ഒരു വിഷയമാണ്. മൂന്നാമത്തേതോ ആ പണം നിൻ്റെ ബന്ധങ്ങൾ, ദൈവത്തോടുള്ള നിൻ്റെ ബന്ധത്തെയും മനുഷ്യരോടുള്ള നിൻ്റെ ബന്ധത്തെയും പ്രകൃതിയോടുള്ള നിൻ്റെ ബന്ധത്തെയും ഒക്കെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് പ്രധാനമാണ്. മാറ്റിമറിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പണം പാപമാണോ എന്നുള്ളതിനേക്കാൾ നമ്മൾ അന്വേഷിക്കേണ്ടത് പണം എങ്ങനെ വന്നു, എങ്ങനെ വിനിയോഗിച്ചു, അതെങ്ങനെ നിന്നെ മാറ്റിത്തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ജീവിക്കാൻ പണം വേണം, നമ്മുടെ കൂടെയുള്ളവർക്കും ജീവിക്കാൻ പണം വേണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ദരിദ്ര ലോകത്ത് ഒരു ക്രിസ്ത്യാനിക്ക് ധനികനായിരിക്കാൻ കഴിയില്ല. കാരണം എന്താ? ദരിദ്രൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ധനികന് തൻ്റെ കൈ തുറന്ന് ദാനം ചെയ്യേണ്ടി വരും. അപ്പോൾ പണം കുറ്റക്കാരനല്ല, പണം പുണ്യവുമല്ല. പണം വിനിയോഗിക്കുന്നവൻ, സമ്പാദിക്കുന്നവൻ അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പുണ്യവും പാപവും. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ, ദൈവത്തിൻ്റെ സ്തുതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ കരുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.